ഉള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ജോലി ചെയ്യാൻ പോവുകയാണ്. ഞാനത് ഒരു പേജിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ഞാൻ എടുക്കുന്നുള്ളത് എൻ്റെ ബോക്സിലെല്ലാം അതെല്ലാം ടച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇത് കാണിച്ചു തരാം. 2 ഗ്ലൂ ഉണ്ട്, ഒരു വാഷി ടാപ്പ് ഉണ്ട്, കുറച്ച് സ്റ്റിക്കേഴ്സ്, പിന്നെ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് നമ്മളൊരു ബോർഡർ സെലക്ട് ആക്കണം. ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ട് കണ്ടിട്ടാം. അതിന് ഇതിൽ നിന്ന് എടുത്തിട്ട് കാണാം. ഞാൻ ഈ ഒരു ബോർഡറാണ് എടുത്തിട്ടുള്ളത്. ഒരു ബ്ലൂ കളറാണ്. ഇതാണ് നമ്മളിതിനെ ഇങ്ങനെ ഒട്ടിക്കും. ഇങ്ങനെ ഒട്ടിക്കോട്ടെ സ്ട്രൈറ്റ് ചെയ്ത് നമ്മളിതിൻ്റെ ബാക്കിലായിട്ട് ജസ്റ്റ് കുറച്ച് പശ തേച്ച് കൊടുക്കുന്നുള്ളൂ. ഇത് കുറേ വെച്ചാൽ പുറമെ കാണും കേട്ടോ. അപ്പോൾ ഇതിൽ വെച്ച് നമ്മൾ പശനെ കാണും. ഇത് കുറേ എടുക്കണം, അതുകൊണ്ട് തന്നെ കട്ട കെട്ടിയിട്ടുണ്ട് തോന്നുന്നു. ഇല്ല കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ അതിൻ്റെ ഇതിനെ തേച്ച് കൊടുത്തു. നമ്മളിതിനെ ഒട്ടിക്കാൻ വേണ്ടി പോകുന്നതാണ്. ഒട്ടിച്ചിട്ടുണ്ട്. വളരെ വൃത്തിയുണ്ടാവില്ല, ബട്ട് എന്നാലും എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ ചെയ്യും. ഞാൻ എൻ്റെ ഇതാണ് ഒട്ടിക്കുന്നുള്ളത്. ഇത് ബ്ലൂട്ടി നമ്മളൊന്ന് പിടിക്കാം. ഞാൻ ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഇതിനാണ് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ഞാൻ എടുക്കുന്നുള്ളത് ഇതൊരു സാധനം ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ അകത്ത് ഞാൻ ഉണ്ടോ എന്ന് നോക്കിയിട്ട് എടുക്കുന്നേ ഉള്ളൂ. അത് ഞാൻ ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഫ്രണ്ട്സ് നമുക്കൊന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നമുക്ക് ഇതിന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് സൈഡ് ഭാഗമായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ വായിക്കുന്നത് ഇറ്റ്സ് ഓക്കെ ടു ആസ്ക് ഫോർ ഹെൽപ്പ് എന്നാണ് പറഞ്ഞിട്ട്. പിന്നെ അർത്ഥങ്ങളൊന്നും വലിയ ഇതാണൊന്നുമില്ല, അതുകൊണ്ട് തന്നെ അങ്ങനെ നമുക്കറിയില്ല കേട്ടോ. ഇത് നമ്മുടെ ഒരു ബ്ലൂ കളർ സ്റ്റാമ്പ്സ് ഉണ്ട് കേട്ടോ. നമുക്കിത് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. കുറച്ച് അധികം തന്നെ ഒട്ടിക്കാട്ടോ സ്റ്റാമ്പ്സ്. ഇതൊക്കെയാണ് സ്റ്റാമ്പ്സ് ഉള്ളത്. സ്റ്റാമ്പ്സ് ചെറുപ്പടാന്ന് ഒട്ടിക്കാണ്. ഇത് പാരീസ് എന്നതാണ്. ഓക്കെ, അത് കാണൂല കേട്ടോ ഗൈസ്. അത് അങ്ങനത്തെ സാധനമാണ്. അതാണ് പാരീസിൻ്റെ സ്റ്റാമ്പ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഞങ്ങൾക്ക് തന്നെയാണ് ജേണൽ കിറ്റിൻ്റെ വീഡിയോ ഞാൻ ഇടും. നിങ്ങൾ വിചാരിക്കുന്നു ഞാൻ വലിയ ഡിമാൻഡ് കളിച്ചിട്ടുണ്ടായിരുന്നു, ബട്ട് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഗൈസ്. എനിക്ക് പറ്റുന്ന സമയങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഈ ഡിമാൻഡ് കളിക്കുന്നതെന്ന് പറയുന്നവർക്ക് വേണ്ടി ഞാൻ പറയാം. ഞാൻ ബ്രെയിൻ ബാഗ് വേണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുട്ടി മാത്രം എന്തോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താ പേരെനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ആ പെണ്ണ് വേണം എന്നിട്ട് ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പേര് വേണ്ട 50% വേണം 50%. അപ്പോൾ ഞാൻ ചോദിച്ചു ഉണ്ടാക്കി കൊടുക്കാം, ആവശ്യമുള്ളവർക്ക് ആവശ്യമുണ്ടാവും. പിന്നെ നമ്മളാക്കത്തവർക്കൊക്കെ ഇത് കിട്ടിയതിൻ്റെ അഹങ്കാരമാണ്. പിന്നെ നമ്മളെ രീതിയിൽ നമ്മൾ പോകുന്നു. എനിക്കിപ്പോൾ കിട്ടിയ ഞാൻ കാണിച്ചിട്ടില്ല. ഞാൻ പിന്നെ ഗിവയും കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ പറയാനുള്ള ഗിവേ ഒന്നും കൊടുക്കാറില്ല എന്നാണ്. ബട്ട് അങ്ങനൊന്നും ഇല്ല, ഞാൻ ഗിവേ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കാണാൻ തന്നെ എൻ്റെ ഒരു ഇത് ഞാൻ പറയാണ്, ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. അത് അങ്ങനല്ല, നമ്മൾ കൊടുക്കാണ്ടിരിക്കും. അത് നമുക്ക് പിന്നെ പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് പോലെ ആവും. അപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ ടോർച്ച് ചെയ്യുന്നുണ്ട്. യു ആർ സോ ഫോറെവർ, യു ആർ സോ ലൗഡ്. അപ്പോൾ നമ്മൾ അതിനെ ജസ്റ്റ് ഒന്ന് കളമാക്കാൻ വേണ്ടി നമ്മൾ വെക്കുന്നുണ്ട്.
ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ ചാനൽ കയറിയിരിക്കുകയാണ്. അപ്പം നമുക്കാണ് ലാസ്റ്റ് ഫുഡ്. അപ്പോൾ ഇതാണ് കേട്ടോ ലാസ്റ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ നല്ല അടിപൊളി തോന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. അപ്പം പിന്നെ കാര്യം ഞാൻ പിജ്ജ വിട്ടത് ഷാൾ കിട്ടിയത് കൊണ്ടാണ് കേട്ടോ. ബൈ ബൈ.